എന്തായാലും ഒരു കാര്യം ഉറപ്പാ മോളെ, പ്രിയങ്കയുടെ ഗർഭം സുകുമാരി ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയാണ്. ഇത് സുകുമാരിയുടെ ഒരു പ്ലാനിങ്ങാ. പക്ഷെ മുത്തശ്ശി, ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ നമ്മളെങ്ങനെ തെളിയിക്കും? സത്യം അതാണെങ്കില് അത് താനെ തെളിഞ്ഞോളൂ. നമ്മളൊന്ന് ചെറുതായിട്ട് വഴി വെട്ടി കൊടുത്താ മതി. മോളൊരു കാര്യം ചെയ്യാം, ഇത് ചൂടോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ട വിഷയം. നമുക്കിപ്പൊ തന്നെ ഒരു പണി നോക്കിയാലോ? എന്താ? നീ വാ, ഗർഭിണിയായൊരു പെണ്ണിനെ നമുക്ക് ചെന്നൊന്ന് കാണാം. ഇത്രയും കാലം അവള് ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടും ഞാനോ നീയോ അത് അംഗീകരിച്ചുമില്ല, അവളെ കെയർ ചെയ്തതുമില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ അവളെ കെയർ ചെയ്യാൻ പോവാ. മനസ്സിലായോടി മോളെ? മനസ്സിലായി മുത്തശ്ശി. നന്നായിട്ടങ്ങ് കഴിച്ചോണം. ആപ്പിള് കഴിക്കുന്നതേ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് നിറം വെക്കാൻ നല്ലതാ. ആ, മുത്തശ്ശിയെ കൊണ്ട് നിനക്ക് ആപ്പിള് മുറിച്ചു തരാനൊക്കെ പറ്റൂ. അല്ലാത്ത വിധത്തിൽ നോക്കണമെങ്കിലേ നിന്റെ ഭർത്താവിന്റെ കുടുംബക്കാരും തന്നെ വിചാരിക്കണം. കാശുള്ളവരാ, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താ സുമാരിയമ്മേ? ഓ, ഒന്നും ഇല്ല എന്റെ പത്നിയെ. ഞാനേ ഇവിടെ ഇരിക്കുന്ന 1-2 ആപ്പിൾ എടുത്ത് എന്റെ കൊച്ചിന് വെട്ടി കൊടുക്കുമായിരുന്നു. ഈ പരുവത്തിൽ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിലേ കുഞ്ഞിന് നിറം കാണില്ല. അതെ, പത്മിനി ഒരു കാര്യം ചെയ്യണം. വരുണിനോട് പറഞ്ഞ് ഇവൾക്ക് കുറച്ച് കുങ്കുമപ്പൂ വാങ്ങിപ്പിക്കണം. വാങ്ങിച്ച് തന്നാ മതി. നിങ്ങൾ ആരും അങ്ങോട്ട് വരികയും വേണ്ട, എടുത്തു കൊടുക്കുകയും വേണ്ട. ഞാൻ കൊടുത്തോളാം. ഓരോ ചടങ്ങുകളായിട്ട് എന്നെ കൊണ്ട് ചെയ്യിച്ച് മതിയായില്ലല്ലേ? എന്ത് ചെയ്യിച്ചു എന്നാ? വേറെ വല്ലയിടത്തും ആയിരുന്നെങ്കിലേ ഇതും കൊണ്ട് നിൽക്കുമായിരുന്നോ? പിടിച്ചു നിർത്തി ചെയ്യാനുള്ളതൊക്കെ ചെയ്യിക്കില്ലേ? ഞാൻ ആ കാര്യത്തിൽ ഇത്തിരി മാന്യത കാണിച്ചു. അതുകൊണ്ടേ ന്യായം ഇങ്ങോട്ട് പറയണ്ട. നമ്മളെ കഴിക്കും. എന്താ പത്മിനി? ഓരോരോ പുതിയ അടവുകള്. ഞാനിപ്പോ വരുണിനോട് പറഞ്ഞ് ഇവൾക്ക് കുങ്കുമപ്പൂ വാങ്ങിക്കൊടുക്കണോന്ന്. സുകുമാരിയമ്മയുടെ ഉത്തരവാ. സുകുമാരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കണം. കുങ്കുമപ്പൂ വയറ്റിലുള്ള കൊച്ചിന് നിറം വരാനല്ലേ? ഈ കൊച്ചിനെ പ്രസവിച്ച അത് നമ്മുടെ വീട്ടിലായിരിക്കില്ലേ? അതിന് നിറവും ഐശ്വര്യവും ഉണ്ടാവേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. അമ്മയ്ക്കിതെന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല. ഒരു കണക്കിന് നോക്കിയാല് നമ്മൾ കാണിക്കുന്നത് ദുഷ്ടത്തരമല്ലേ? ഗർഭിണികളെ കെയർ ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അതിന്റെ ദോഷേ കുഞ്ഞിനാ. ശരിയാ മുത്തശ്ശി. അതുകൊണ്ട് പ്രിയങ്കയ്ക്ക് ചെയ്യേണ്ട ചടങ്ങുകൾ എന്തൊക്കെയാന്ന് വെച്ചാ അത് മുത്തശ്ശി തന്നെ അങ്ങ് തീരുമാനിച്ചാ മതി. വരുൺ, ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്ത അങ്ങോട്ട് പൂർണ്ണമായിട്ടില്ല. എന്നാലും നമ്മുടെ സംശയത്തിന് ബലം വെച്ച് വരിക. കാര്യം പറ. മുത്തശ്ശിയോട് ഞങ്ങള് പ്രിയങ്കയ്ക്ക് എത്ര മാസമായിന്ന് ചോദിച്ചു. 3 മാസം എന്ന് പറഞ്ഞപ്പോ 3-ാം മാസത്തിലെ ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാനും രാധികയും എത്ര മാറി മാറി പറഞ്ഞിട്ടും സുകുമാരി പിടിച്ച പിടി വിടുന്നില്ല. ഹോസ്പിറ്റലിലേക്ക് വരില്ലാന്നുള്ള വാശിയ. സാധാരണഗതിയില് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു പറയുമ്പോ മുത്തശ്ശി അത് കേൾക്കേണ്ടതല്ലേ? അതൊരു അംഗീകാരമായിട്ട് കാണണ്ടേ? അത് ശരിയാണല്ലോ. അല്ല, 2 ചാര വനിതകളുടെയും നിരീക്ഷണത്തിന്റെ റിസൾട്ട് എന്താ? നിരീക്ഷണത്തിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞ ഇപ്പോഴത്തേക്ക്
ഒരു 75% ഈ ഗർഭത്തിന്റെ കഥ കള്ളോ. പക്ഷേ അപ്പോഴും ഒരു 25 അതൊന്ന് തെളിയിക്കണം. അതിനൊറ്റ വഴിയേ ഉള്ളൂ. ഏതെങ്കിലും വിധത്തില് പ്രിയങ്കയെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, ചെക്കപ്പ് നടത്തണം. ആ ഒരു കാര്യം ചെയ്താൽ മതി. ഞാൻ ദേ ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവളെയും കൂട്ടി സുകുമാരി മുത്തശ്ശി കൃത്യമായിട്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കും. അതെ, ഒരൊറ്റ ചവിട്ടം കൊടുത്താൽ മതി. നടുവൊടിഞ്ഞ് എവിടെയെങ്കിലും വീണാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ പറ്റൂ. ശ്ശെ, ഇതാ ഇവനോട് പറഞ്ഞാലുള്ള കുഴപ്പം. ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള വഴി പറഞ്ഞത് കേട്ടില്ലേ? എടാ, അങ്ങനൊരു ചവിട്ട് ചവിട്ടാനാണെങ്കിൽ ഇത് ആർക്കാ പറ്റാത്തെ? അത് കഴിഞ്ഞ് നിന്നെ തേടി പോലീസ് വരുമ്പോഴേ ഇരുന്ന് കരയാനുള്ളത് ഞാനും ഇവളുവാ. എന്റെ മുത്തശ്ശി, എനിക്ക് ഓഫീസിൽ സമയത്തിന് എത്താതെ പറ്റില്ല. നാളെ പുതിയ മാനേജറുടെ ഇന്റർവ്യൂ. വരും പൊക്കോ, ഇത് ഞങ്ങള് കൈകാര്യം ചെയ്തോളാം. ചെല്ലടാ മോനെ. സുകുമാരിയുടെ കള്ളത്തരത്തിന് പിടിച്ചു നിൽക്കാൻ ഒരു പരിധിയുണ്ട്. അതേതാണ്ട് കഴിഞ്ഞു തുടങ്ങിയെന്നാ എനിക്ക് തോന്നുന്നേ. ഇനി സുകുമാരി നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തിയേ പറ്റൂ. അതെ, ഞാൻ ഇറങ്ങട്ടെ മുത്തശ്ശി. ശരി എന്നാ. അല്ല മോളെ, തിരുമേനെ യശോദയും വിളിച്ചു വരുത്തി അവര് പ്രിയങ്കയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞ നിന്റെ മുത്തശ്ശിക്ക് എതിർക്കാൻ പറ്റൂ? മുത്തശ്ശിക്ക് അങ്ങനെ ആരുടെ മുൻപിൽ നിൽക്കുന്നെന്നുണ്ടോ? അവരങ്ങ് കലിതുള്ളൂ. പിന്നെ അച്ഛനും അമ്മയും കരയുന്നത് ഞാൻ കാണണം. അത് ശരി. ആ, എന്തായാലും നീ നിന്റെ കൃഷ്ണനൊരു വഴിപാട് കാശ് ഒഴിഞ്ഞു വച്ചേക്ക്. എന്നിട്ട് നമ്മുടെ പരാതി ഒന്ന് അവിടെ കൊടുത്തു. ഫലം ഉണ്ടാവും. അതിപ്പോ തന്നെ അങ്ങ് ചെയ്യാം.